വാലിന് തീ പിടിച്ച പോലെ ഒരാളിപ്പിങ്ങ് പാഞ്ഞു വരും. ആര്? അവന്തിക. ഞാനൊന്ന് പേടിച്ചുപോയി. നമുക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവന്തിക അത് വിശ്വസിക്കില്ല. പിടിക്കപ്പെട്ട ഏത് നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇവിടെ നിന്ന് എന്നെ ഫൈറ്റ് ചെയ്യും. സുഗതൻ മേനോന്റെ വരവ് ഗംഭീരമായി. അവന്തിക നിന്ന് പുകഞ്ഞു കത്തിയത് കണ്ടില്ലേ? അയാൾ ആരാണെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ആ കാര്യത്തിൽ രാജീവ് സാറിനെ സമ്മതിക്കണം. നമ്മൾ പോലും അറിയാതല്ലേ അയാളെ കണ്ടെത്തിയത്. ഇന്ന് അവന്തിക മിക്കവാറും ഉറങ്ങത്തില്ല. ഇന്ന് രാത്രി എന്തിന്? എന്റെ ഊഹ ശരിയാണെങ്കിൽ സുഗതൻ മേനോന് വേണ്ടിയുള്ള അവരുടെ അന്വേഷണം ഇപ്പൊ തുടങ്ങും. ഹലോ ചേച്ചി. ആ, എന്തായി? അവന്റെയൊക്കെ എന്തെങ്കിലും സംശയമുണ്ടോ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട. ചാനലിന്റെ വാർത്ത വന്നതോടുകൂടി ഇവിടെ ഭൂകമ്പായിരുന്നു. എന്നെ അമ്മയും തിന്നില്ലെന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോ സംശയത്തിന് നിടല്ല. ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. അവന്തിയുടെ അടുത്ത നീക്കങ്ങൾ എന്താന്ന് നമുക്കറിയണം. ദാ ഇപ്പോ രണ്ടുപേരും കൂടെ കാറെടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇത് നല്ലൊരു ചാൻസാ. എന്തായാലും അവര് തിരിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. ഈ സമയം കൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് എല്ലാ വിവരങ്ങളും പെൻഡ്രൈവിലോട്ട് കോപ്പി ചെയ്തെടുക്കണം. എന്നിട്ട് ആ പെൻഡ്രൈവ് സേഫായിട്ട് സൂക്ഷിക്കുകയും വേണം. ശരി ചേച്ചി, അത് ഞാൻ ഏറ്റു. എന്നാ പിന്നെ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട, വേഗം ചെന്നോ. അത് കഴിഞ്ഞാ ഉടനെ എന്നെ വിളിക്കണേ. ഓക്കെ ചേച്ചി. ശരി. ഇത് വല്ലാത്തൊരു അത്ഭുതമായിപ്പോയി. കുറച്ചു നേരം മുൻപ് ഞാൻ സമൃദ്ധയുടെ മോളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇടയ്ക്ക് രണ്ടുപേരും കൂടി എന്റെ കാര്യം സംസാരിക്കാറുണ്ടല്ലേ? അല്ല, എന്നിട്ട് സമൃദ്ധ എവിടെ? മുറിയിലുണ്ട്. മോളിരിക്കെ, ഞാൻ ഇപ്പൊ വിളിക്കാം. വേണ്ട, ഞാനൊരു കേസിന്റെ കാര്യത്തിൽ ഗോകുലിനെ കാണാനാ വന്നത്.